by Luna. ഒരിക്കൽ മഹാകവിയായ കാളിദാസൻ ഒരു ദീർഘയാത്രയിലായിരുന്നു. കഠിനമായ വെയിലിൽ ദാഹിച്ചു വലഞ്ഞ അദ്ദേഹം വെള്ളത്തിനായി ചുറ്റും നോക്കി. അല്പം അകലെയായി ഒരു സ്ത്രീ കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നത് കണ്ട അദ്ദേഹം അവരുടെ അരികിലെത്തി കുറച്ച് വെള്ളം ചോദിച്ചു. വെള്ളം തരാം, പക്ഷേ അതിനു മുൻപ് താങ്കൾ ആരാണെന്ന് എനിക്കറിയണം, ആ സ്ത്രീ പറഞ്ഞു. താൻ ലോകപ്രശസ്തനായ കവിയാണെന്ന അഹങ്കാരം അല്പമുള്ളിലുണ്ടായിരുന്ന കാളിദാസൻ കരുതി ഒരു സാധാരണ ഗ്രാമീണ സ്ത്രീയോട് തൻ്റെ പേര് പറയേണ്ടതില്ലെന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വഴിപോക്കനാണ്. യുവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, ഈ ലോകത്ത് രണ്ട് വഴിപോക്കരേ ഉള്ളൂ. അത് സൂര്യനും ചന്ദ്രനുമാണ്. അവർ നിത്യവും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. സത്യം പറയൂ, താങ്കൾ ആരാണ്? കാളിദാസൻ അല്പം പതറി. അദ്ദേഹം പറഞ്ഞു, ശരി, എങ്കിൽ ഞാനൊരു അതിഥിയാണ്. യുവതി ഉടൻ മറുപടി നൽകി. അതിഥികളും രണ്ടേ ഉള്ളൂ, ഒന്ന് യുവത്വവും രണ്ട് സമ്പത്തും. ഇവ രണ്ടും കുറച്ചു കാലം മാത്രം നമ്മോടൊപ്പം ഇരുന്ന് പടിയിറങ്ങി പോകുന്നവരാണ്. നിങ്ങൾ ആരാണെന്ന് വ്യക്തമാക്കൂ. തന്റെ അറിവിൽ അഭിമാനിച്ചിരുന്ന കാളിദാസന് ഇത് വലിയൊരു തിരിച്ചടിയായി. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഞാൻ സഹനശീലനായ ഒരാളാണ്. യുവതി വിട്ടില്ല. സഹനശീലരും രണ്ടേ ഉള്ളൂ, ഒന്ന് ഭൂമിയും രണ്ട് വൃക്ഷവും. നമ്മൾ എത്ര ചവിട്ടിയാലും ഭൂമി പൊറുക്കുന്നു, കല്ലെറിഞ്ഞാലും മരം മധുരഫലങ്ങൾ നൽകുന്നു. ഇതിലേതാണ് നിങ്ങൾ? ഇതോടെ കാളിദാസന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ദുശാഠ്യക്കാരനാണ്. യുവതി പരിഹാസത്തോടെ പറഞ്ഞു, ദുശാഠ്യമുള്ളതും രണ്ട് വസ്തുക്കൾക്കാണ്, നമ്മുടെ നഖവും മുടിയും. എത്ര വെട്ടിക്കളഞ്ഞാലും അവ വീണ്ടും വളർന്നു വരും. ഒടുവിൽ തോൽവി സമ്മതിച്ച കാളിദാസൻ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു, എങ്കിൽ ഞാനൊരു വിഡ്ഢിയാണ്. അപ്പോൾ ആ സ്ത്രീ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ലോകത്ത് രണ്ട് വിഡ്ഢികൾ മാത്രമേ ഉള്ളൂ, അറിവില്ലാതെ രാജ്യം ഭരിക്കുന്ന രാജാവും ആ രാജാവിനെ പ്രീണിപ്പിക്കാൻ സ്തുതി പാടുന്ന മന്ത്രിയും. തന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണ സ്ത്രീയല്ലെന്ന് മനസ്സിലാക്കിയ കാളിദാസൻ വിനയത്തോടെ അവരുടെ പാദങ്ങളിൽ വീണു. അദ്ദേഹം തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് അറിവിന്റെ ദേവിയായ സരസ്വതിയെയാണ്. ദേവി അദ്ദേഹത്തോട് പറഞ്ഞു, കാളിദാസ, നിനക്ക് അറിവുണ്ട്, പക്ഷേ വിനയമില്ല. നിന്നെ തന്നെ തിരിച്ചറിയുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മനുഷ്യനാകുന്നത്. അഹങ്കാരം അറിവിനെ നശിപ്പിക്കുന്നു. അറിവിനേക്കാൾ വലുതാണ് ആത്മജ്ഞാനവും വിനയവും. നമ്മൾ എത്ര വലിയവരായാലും സഹജീവികളോട് വിനയത്തോടെ പെരുമാറുന്നതാണ് യഥാർത്ഥ സംസ്കാരം. Thank you and subscribe for more videos.